നമ്മൾ ആദ്യം തന്നെ ഒരു രക്ഷകനെയാണ് പരിചയപ്പെടുത്തുന്നത്. ബംഗാൾ സ്വദേശിയാണ്. കോഴിക്കോട് ഒരു പെട്രോൾ പമ്പിൽ ജീവനക്കാരനാണ് ധനഞ്ജയ്. യാദൃശ്യമായ ഒരു വലിയ അപകടത്തിൻ്റെ ഒരു സൂചന കിട്ടിയപ്പോൾ അതിവേഗത്തിൽ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് വലിയ അപകടത്തെ തട്ടി നീക്കിയിരിക്കുകയാണ് ധനഞ്ജയ് എന്ന യുവാവ്. എന്താണ് സംഭവിച്ചത്, എന്താണ് ആ കാഴ്ചയെന്ന് ആദ്യം കാണാം. റിപ്പയറിംഗിനിടെ വടകര ദേശീയപാതയ്ക്ക് സമീപം പെട്രോൾ പമ്പിന് മുൻവശത്തായി ബൈക്കിന് തീപിടിച്ചു. ജീവനക്കാരനായ ബംഗാൾ സ്വദേശി ധനഞ്ജയ് റോയ് മറ്റൊന്നും ചിന്തിച്ചില്ല. തീ അണയ്ക്കാൻ ഓടി. കാരണം ഈ സമയത്ത് പെട്രോൾ പമ്പിൽ ടാങ്കർ ലോറിയിൽ നിന്ന് പെട്രോൾ ഇറക്കുന്നുണ്ടായിരുന്നു. ധനഞ്ജയുടെ സമയോചിതമായ ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത്. टू व्हीलर रिपेयर कर रहा है. रिपेयर करने के समय मैं भी देख रहा है क्या क्या करता है उधर. थोड़ी देर बाद में मैं देखा उसको गाड़ी को आग लग गया. लगने के बाद मेरे को हमारे डीजल पेट्रोल पंप में फायर का सामान लगे. मैं जाके आग बुझा दिया. തീർന്നിട്ടില്ല ധനഞ്ജയുടെ രക്ഷാപ്രവർത്തനം. കോഴിക്കോട് നടക്കാവിലെ ഷോറൂമിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി എത്തിയ യുവാവിനെ ധനഞ്ജയ് കീഴടക്കിയത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇതേ പമ്പിൽ വെച്ച് പെട്രോൾ അടിച്ച് പണം തരാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് യുവാവിനെ ധനഞ്ജയ് പിടികൂടിയത്. പിന്നീടാണ് ഇയാൾ മോഷ്ടിച്ച ബൈക്കുമായാണ് വന്നതെന്ന് തിരിച്ചറിഞ്ഞത്. ധനഞ്ജയ്ക്കിപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് നയൻതാര നമുക്കൊപ്പുണ്ട്. നയൻതാര, മിന്നൽ മുരളി എന്നതുപോലെ മിന്നൽ ധനഞ്ജയ് എന്ന് വിളിക്കാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ എഴുതി കാണിക്കുന്നതിൽ മിന്നൽ ധനഞ്ജയ് എന്ന് പറയാൻ കാരണം അനീതിക്കെതിരെ പോരാടുക അല്ലേ, മോഷ്ടാവിനെതിരെ വളരെ ശക്തമായി ഇടപെട്ടു. ഒപ്പം തന്നെ ഒരു അപകടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക. ഒരു സൂപ്പർ ഹീറോ തന്നെ ധനഞ്ജയ് അല്ലേ? ഈ ധനഞ്ജയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ധനഞ്ജയ് കുറച്ചു കാലമായി കേരളത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ബംഗാൾ സ്വദേശിയാണ്. ധനഞ്ജയ് റോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുമ്പ് കൊയിലാണ്ടി പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ പണം നഷ്ടപ്പെട്ടു പോയി. 36,000 രൂപയായിരുന്നു. അന്ന് ധനഞ്ജയ് ആണ് ഈ പണം കണ്ടെത്തി അദ്ദേഹത്തിന് കൊടുത്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞത് തന്നെയാണ്. ഒരു ബൈക്ക്, അതായത് ഒരു ഷോറൂമിൽ നിന്നും ഒരു ബൈക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വടകരയുള്ള പെട്രോൾ പമ്പിലെത്തി. പൈസ നൽകാതെ ആ ഒരു യാത്രക്കാരൻ പോകാൻ നോക്കുമ്പോൾ ഇദ്ദേഹം പിടികൂടുകയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് കോഴിക്കോടുള്ള നടക്കാവിലെ ഷോറൂമിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കായിരുന്നു എന്ന്. അന്ന് അദ്ദേഹത്തിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ കള്ളനെ പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ തീ ആളിപ്പടർന്ന തീ അദ്ദേഹം സംയോജിതമായ ഇടപെടലിൽ അണയ്ക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് പെട്രോൾ പമ്പിൽ പെട്രോൾ കൊണ്ടുവന്ന ലോറി ഉണ്ടായിരുന്നു. ഒന്നും ചിന്തിച്ചില്ല. വലിയൊരു അപകടമാണ് മുന്നിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ധനഞ്ജയ് ഓടി പോയി തീ അണയ്ക്കുകയാണ് ചെയ്തത്. ദൃശ്യങ്ങളിൽ തീ കാണുന്നില്ലെങ്കിലും പക്ഷേ അദ്ദേഹം തീ ആളിപ്പടർന്നിരുന്നു ബൈക്കിനകത്ത്. അത് അണയ്ക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് പെട്രോൾ പമ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. വലിയൊരു അപകടം തന്നെ അദ്ദേഹം ഒഴിവാക്കിയെന്ന് വേണം പറയാൻ. അദ്ദേഹത്തിനിപ്പം അഭിനന്ദന പ്രവാഹമാണ് പല ഭാഗങ്ങളിൽ നിന്നും. ഇങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എപ്പോഴും ഇത്തരത്തിൽ ധനഞ്ജയ് ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ശരി. എന്തായാലും കൃത്യമായല്ലേ, ആ സമയത്ത് ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്തു ധനഞ്ജയ്ക്ക്. അപ്പോൾ നമ്മുടെ വകയും അഭിനന്ദനങ്ങൾ അറിയിക്കുക.